വഴിയാത്രകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ദാസന്മാരെ തിരുക്കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഒരനർത്ഥവും ആർക്കും ഉണ്ടാകുവാനുള്ളവരാതവണ്ണം സ്വർഗം പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുകയും എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമാകി തീരുവാൻ സ്വർഗവിടെയാക്കുകയും ചെയ്യുമാറാകണമെന്ന് ഉപേക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാന്നിധ്യപടികൾ വീണ്ടും ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ താഴ്ത്തി തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാലും ആശ്വാസത്താലും പ്രിയപ്പെട്ടവരെ നിറയ്ക്കുമാറാകണമേ. പ്രിയപിതാവിനെ നിറയ്ക്കണമേ, മക്കളെ നിറയ്ക്കണമേ, മരുമക്കളെ നിറയ്ക്കണമേ. സ്തോത്രം സ്തോത്രം സഹോദരങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ താഴ്ത്തുന്നതിനെ സകലവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടും കരുണയോടും കേൾക്കണമേ. പരിമിതമാണ്. അതിൽ പലരും ദൈവത്തിൽ സംസാരിക്കാൻ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു യാത്രയയപ്പിന്റെ സമയത്ത് നമ്മൾ ഒത്തൊരുമിച്ച് ഇവിടെ കൂടുവാനൊക്കെ കൊണ്ട് ദൈവം സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ മിക്കവാറും തട്ടിപ്പക്കാന്ന് വിളിക്കുന്ന ഒരാളാണ്. ഞാൻ 79 കഴിഞ്ഞ് 80 കയറാൻ ഒരു മാസം തികച്ചില്ല. ഒരു മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാലും 80. ഞാനും ഇതുപോലെ ഒരു യാത്രയ്ക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഈ യാത്ര എനിക്കായിരുന്നു വേണ്ടിയിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇതുവരെ ഇവിടെ ഇരുന്നത്. ഇപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും പുതുക്കപ്പെട്ട ജീവിതം നയിച്ച് മുന്നേറുവാനുള്ള ഒരു ഒരുക്കത്തോടെ ഇരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളെല്ലാം തീർന്നു പോകും. നാം എത്രയും വേഗം ദൈവസന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ ഇവിടെ പറയുകയാണെങ്കിൽ ശശിയെ മുതൽ എല്ലാവരും എൻ്റെ മക്കൾക്ക് തുല്യമാണ്. ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് ഒരു മകൾ കടന്നു പോകുമ്പോൾ അതിൻ്റെതായ ദുഃഖം ഒരു പിതാവിന് എങ്ങനെ ഉണ്ടായിരിക്കും? ലോകപ്രകാരമുള്ള ദുഃഖമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മക്കളായിരിക്കുക. എപ്പോഴും ദൈവസന്നിധിയിൽ എത്രയും എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് ഞാൻ. വിശേഷം ഒരു കാര്യങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് എത്രയും ദൂരെയും നല്ല ഓരോ കുഞ്ഞുങ്ങൾ കടന്നു വരുവാനും ഈ യാത്രയെ ശുശ്രൂഷയിൽ ദൈവസന്നിധിയിലായിരിക്കാനും കൃപ ചെയ്തിരിക്കുന്നു. അവരുടെ എല്ലാ യാത്രയിൽ ദൈവം കാത്തു സൂക്ഷിച്ച് കടത്തിക്കൊണ്ടുവന്നത് തന്നെ പ്രിയമാരുടെ ജീവിതത്തെ പറ്റി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. എത്രയും ദൂരത്ത് നിന്ന് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ആളുകൾ കടന്നു വന്നിരിക്കുന്നത്. അതിലെ ഞങ്ങൾക്ക് അറിഞ്ഞിടത്തോളം 6 മണിക്ക് മുതലിവിടെ ആളുണ്ട്. അത്ര വലിയ അത്ര ആളുകളുണ്ട്. സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഒരു കാര്യമാണ് ഇതിൽ പഠിക്കാനുള്ളത്. നിത്യമായ രാജ്യം നമുക്ക് കരുതിയിരിക്കുന്നു. ഈ ലോകമെല്ലാം നശിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ചെയ്യുവാൻ നമുക്ക് എൻ്റെ വാക്യം ചുരുക്കുന്നു. ദൈവത്തിന് നാമത്തിൽ തന്നെ കർത്താവിന്റെ വലിയ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. വാത്സല്യ പ്രിയ അമ്മമ്മ, പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാൻ കൊണ്ടുമിടയായല്ലോ. ഞങ്ങളുടെ പ്രിയ ബോബനോടുള്ള ബന്ധത്തിൽ ഈ പ്രിയ അമ്മാമയുമായിട്ട് അടുത്ത് സഹകരിപ്പാനും മാത്രമല്ല ഞങ്ങൾക്ക് ദുബൈ സഭയായും മാമയുടെ ഓരോ രോഗത്തിൻ്റെ അവസ്ഥകളിലും വളരെയധികം പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോരോ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ശാരീരിക ക്ലേശങ്ങളും കഷ്ടങ്ങളും പ്രിയ പൈതൽ ഞങ്ങളോട് അറിയിക്കുകയും സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുഹിതം ഇങ്ങനെയായിരുന്നല്ലോ. കഷ്ടത നിറഞ്ഞ രോഗമുള്ളതായ ക്ലേശം നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് ദൈവം തൻ്റെ മകളെ വിളിച്ച് ചേർക്കുവാൻ ഇവിടെയായി വളരെ ശാന്തമായി കർത്താവിനെ പിൻപറ്റുന്ന കർത്താവിൻ്റെ ദാസിയെ ദാസിയുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു എന്നാണല്ലോ.
ഞാൻ ഈ സമയത്ത് ഓർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കരുതുമെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു എന്ന് വളരെ നല്ല ആഗ്രഹത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് മനുഷ്യൻ പലപ്പോഴും ലോകത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയം ദൈവത്തിന് ഹിതകരമാവണ്ണം ജീവിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം കാഴ്ചവെച്ച് കർത്താവ് വിളിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണല്ലോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ധർമ്മം. ഈ പ്രിയ ഭവനത്തിലെ പ്രിയ അച്ചായനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. വളരെ സമാധാനത്തോടെ കടദാസിയെ യാത്ര അയക്കുവാൻ കടദാസിന് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. മക്കളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിച്ച് ദിവ്യമാർന്ന സമാധാനം കൊണ്ട് നിറച്ച് കർത്താവ് വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ കഷ്ടങ്ങളിൽ തീരുന്ന പ്രത്യാശയുടെ ദിനമാകുന്ന ആ നല്ല ദിനം, ആ പൊൻപുലരി നമുക്ക് വരാൻ പോകുന്നല്ലോ. ആ പൊൻപുലരി ഓർത്ത് പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവസഭയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ദൈവമക്കളുടെയും പ്രത്യേകമായ പ്രത്യാശയെ ഈ ഭവനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാണ്. സംസാരിക്കുന്നവര് വളരെ പരിമിതമായ വാക്കുകൾ മാത്രമേ. വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ്, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന ഈ പ്രിയപ്പെട്ടവരെ സർവശക്തമായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഭവനവുമായിട്ടുള്ള ബന്ധം എൻ്റെ ഇളയ മകൾ സിനിയെ ഈ ഭവനത്തിലെ ഇളയ മകൻ സന്തോഷമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് ഒരു ദൈവമുള്ള ഭവനത്തിൽ ഒരു ദൈവ പൈതലിനെ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് ഞങ്ങൾ വലിയ ആഗ്രഹമായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലുപരിയായിട്ട് ആത്മീയമായിട്ട് ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവയുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ 67 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തൻ്റെ മകൾക്ക് അവസരം ഒരുക്കി. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനും സന്തോഷിപ്പാനൊക്കെയും ദൈവം സഹായിച്ചു. എന്നാൽ അതിലൊക്കെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ മക്കൾക്ക് 3 ആൺമക്കളെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ആൺമക്കളും ജോലിയോടുള്ള ബന്ധത്തിലെ കർത്താവിൻ്റെ മാതൃമേറിയ ശുശ്രൂഷ അവിടെയായിട്ട് ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ സമാധാനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇന്ന് ലളിത സമാധാനത്തോടുകൂടി നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ദൈവത്തിന് സ്തോത്രം. ഒരല്പകാലം മാത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതായത് മോശനെ കുറിച്ച് പാടിയിരിക്കുന്നു 70 സംവത്സരം ഏറെ 80 പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രമേ. ദൈവത്തിന് സ്തോത്രം. അതെ, അത് തന്നെയാണ് അപ്പോൾ അബ്രഹാം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ചിന്ത തൻ്റെ അവസാനം വരെയും തന്നെ ഭരിച്ചിരുന്നു. അതായത് എനിക്ക് ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്നത് അബ്രഹാം ഒരു നിത്യഭവനം ലഭിക്കാതെ ദൈവം നിർമ്മിച്ചതുമായ അടിസ്ഥാനമുള്ളതായിട്ടുള്ള ഒരു നഗരത്തിനായിട്ട് കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ ആ ഒരു വലിയ പ്രത്യാശയാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ ഒരല്പകാലം മാത്രം. ഈ സമയം ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മല്ലപ്പള്ളി കുന്നുതറ കുടുംബത്തിന്റെ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവദാസന്മാർ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. പ്രിയാമാമയുമായി ഏറിയ വർഷത്തെ പരിചയം തൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുവാനിടയായി തീർന്നു. പ്രിയ ജോർച്ചാനുമായി കൂട്ടായ്മ ആചരിപ്പാനും സഹകരിപ്പാനും ഒക്കെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ ദാസിയെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനായിട്ടിടയായി തീർന്നു.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ സക്രിയാവിന്റെ ജീവിതത്തിൽ തന്റെ ശുശ്രൂഷ തികച്ച ശേഷം തന്റെ വീട്ടിലേക്ക് പോയെന്ന് തിരുവചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവിന്റെ ദാസിയുടെ ഈ ലോകത്തിലെ ശുശ്രൂഷ, ഈ ലോകത്തിലെ ജോലികളെല്ലാം തീർത്ത് ദൈവം നിശ്ചയിച്ചതായ സമയം ആ കാര്യങ്ങളെല്ലാം തീർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിലുണ്ട്. വാസ്തവമായി അതിനുവേണ്ടി നാം എല്ലാവരും ഒരുങ്ങുക. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ കർത്താവിനെ യഥാർത്ഥമായി അക്ഷയമായി സ്നേഹിച്ച് ദൈവത്തെ ആത്മാവിന്റെ ശ്രദ്ധയിലും ആരാധിച്ച് കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ കർത്താവ് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നടത്തപ്പെടട്ടെ. 67 സംവത്സരയിൽ ഭൂമിയിൽ ജീവിച്ച് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയ ദേവദാസിയുടെ ദേഹാവിയോഗത്തിൽ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം. ഇവിടെ കടന്നു വരുവാൻ ഇടയായത് ഈ 67 സംവത്സരം ഭൂമിയിൽ ജീവിച്ചു. ദൈവം തനിക്ക് നൽകിയ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം ജീവിതത്തിൽ ഭാഗ്യം നൽകി. നമ്മുടെ കാസിക്ക് ദൈവം നൽകിയിരിക്കുന്നത് ആ പ്രത്യാശ നമുക്കുണ്ട്. ഈ ദൈവദാസിയുടെ ദേഹവിയോഗത്തിൽ കാരണത്തിലായ കുടുംബാംഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തന്നെ ദിവ്യ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവം എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കട്ടെ. കല്ലുമല ദൈവസഭ ഒന്നടങ്കം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ കുടുംബമായും സഭയുടെയും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചേർക്കുന്ന ദൈവസേനയ്ക്ക് ഒരു വർഷം കടന്നുപോയത്. വളരെ സന്തോഷകരമായ സന്ദർഭത്തെ ഓർത്ത് കേട്ടതാകുന്നു. പ്രിയ മാമ കഴിഞ്ഞ ദിവസം താൻ പ്രത്യാശ വെച്ച നിത്യതയുടെ തീരത്ത് എത്തിച്ചേരുവാനായിട്ടേ തീർന്നു. ഈ ഭവനമായുള്ള ബന്ധം പ്രിയ 7 വർഷങ്ങളായിട്ട് വിധാനമായിട്ടുള്ള ബന്ധവും അതുപോലെ പ്രിയ സിസ്റ്റർ അവരുടെ ബന്ധത്തിലാണ് കടന്നു വരുവാനായിട്ടേ തീർന്നത്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ പ്രിയപ്പെട്ടവർ ശാരീരികമായി സൗഖ്യമില്ല എന്നുള്ള വർത്തമാനം കേൾക്കുവാനായിട്ടേ തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടേ തീർന്നു. ഒരു യഹൂദൻ ഒരു ഭരണ വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ പറയുമെന്നാണ്, ഇത് യഹോവയുടെ ഇഷ്ടം, ഇത് യഹോവയുടെ ഇഷ്ടം, ഇത് യഹോവയുടെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം തന്റെ ദാസിയുടെ പേർ നിറവേറിയതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് ആമേൻ അത് ദുഃഖമാണെങ്കിലും അതിനേക്കാൾ അപ്പുറത്തൊരു പ്രത്യാശയുണ്ട് താൻ എത്തിയ ആ സ്ഥലത്തെ കുറിച്ച്. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യാശ ക്രിസ്തീയ വിശ്വാസത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനമായ കാര്യം യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിലെ മഹാന്മാരുടെ കല്ലറകൾ ദൈവം എന്ന് പറഞ്ഞിരുന്ന പലരുടെയും കല്ലറകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരേ ഒരുവന്റെ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടതുള്ളൂ. അത് നസ്രയനായ യേശുവിനെയാണ്. ഇപ്പോൾ ഇവിടെ നാം ആമേൻ അതേ പറയുമ്പോഴും യേശുവിന്റെ കല്ലറ തുറക്കപ്പെട്ട കല്ലറയായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു ദിവസം കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ കർത്താവിൽ മരിച്ച കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വൃതന്മാർ കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമ്മുടെ ഉറപ്പ്. ആ പ്രത്യാശയ്ക്കായിട്ട് ഏൽപ്പിക്കാം. പ്രതിയാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആമേൻ ഞങ്ങളുടെ പ്രത്യേകമായ ദുഃഖവും അറിയിക്കുന്നു. തുറന്നുള്ള സമയങ്ങൾ ഇവിടെ ഇരിക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിലും കൊണ്ടടുത്തുള്ള ഒരു മീറ്റിംഗിലേക്ക് കടന്നു പോകേണ്ടതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദുഃഖവും അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നു. അടുത്തതായി ഉമ്മൻ എല്ലാവരും വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാഷ്ട്രമായിട്ട് 28-30 വർഷം മുമ്പ് ഞങ്ങൾ ഒരു കൂട്ടായി വിശ്വാസികളായി ആരാധിക്കുവാനായി കഴിയും. ഞങ്ങൾ ഇതുവരെ സുവിശേഷകരായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ കുടുംബത്തോട് സഹോദരത്തോട് ഒക്കെയുള്ള സഹകരണം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വർദ്ധനവിന് കർത്താവ് കാരണമായിട്ടുണ്ട്. ദൈവസഭ കണ്ടുവരാൻ ദൈവസഭയിൽ നമുക്ക് കൂടി വന്ന് ആരാധിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യജീവിതം
ഏത് സമയം കൂടിയാണ്. ദൈവം എല്ലാം നന്നായി തക്ക സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഭാഗ്യമാണ്. എന്നാൽ മനുഷ്യന്റെ പ്രത്യാശ യേശു മരണത്തെ ജയിച്ചു ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നാം പുനരുത്ഥാനവും ഒടുക്കത്തെ പുനരുത്ഥാനവും ഉണ്ട്. ഒന്നാം പുനരുത്ഥാനത്തിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായി ദൈവം എല്ലാ കുഞ്ഞുങ്ങൾക്കും ചർച്ചയിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ദിവ്യ ആശ്വാസം നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം സാധിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മരണവിവരം അറിയുവാനിടയായത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ നിശ്ചയമായി നിന്ന് കടന്നു വരണമെന്ന് താല്പര്യപ്പെട്ട് കടന്നു വന്നു. ഇപ്പോൾ 12 കടന്നു വരുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയ കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേറ്റു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന മറില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരു ഭവനത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരി കർത്താവ് ചേർത്തു. ചില നാളുകൾ കൊണ്ട് രോഗിയായി ഇവിടെ കഴിഞ്ഞുവെങ്കിലും രോഗമില്ലാത്ത ഒരു ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ബലവനായ കർത്താവ് കൃപ നൽകി. പ്രിയപ്പെട്ടവരുടെ ആശ്വാസം ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യയോട് ചേർന്ന് ഏതാണ്ട് 8-9 വർഷക്കാലം ഒരുമിച്ച് അവർക്ക് പഠിച്ച് ഒരുമിച്ച് ജോലി ചെയ്ത് അവിടെ വെച്ച് തന്നെ പ്രിയപ്പെട്ട ലളിതയ്ക്ക് കർത്താവിനെ കാണുവാനും കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനും കർത്താവ് കൃപ നൽകി. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നിങ്ങളുടെ സന്തോഷത്തോട് നമുക്ക് ആയിരിക്കാം. കാരണം യജമാനന്റെ തോട്ടത്തിലേക്ക് അവൻ ചേർത്തു. ആ യജമാനൻ ആമേൻ ആ യജമാനന്റെ സന്നിധിയിലായിരിക്കുന്നു. ദുഃഖമില്ലാത്ത ആ ഭവനത്തിലേക്ക് കടന്നു പോയിരിക്കുമ്പോൾ സന്തോഷത്തോടായിരിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നന്ദി പാസ്റ്റർ. അടുത്തതായി തോമസ് കഴക്കൂട്ടം 1 മിനിറ്റ്. സഹിഷ്ണുത സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നെന്ന് അറിഞ്ഞ് നാം അനേക കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വളരെ ചുരുക്കത്തിൽ 1 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ കഴക്കൂട്ടുന്ന ആളാണ്. ഈ കുടുംബത്തിന്റെ ആദ്യ സ്ഥിതി ഞങ്ങൾ 2 കുടുംബങ്ങളാണ് അവിടെ ആ ദേശത്തേക്ക് വിശ്വാസത്തിലേക്ക് പോകുന്നൊരു കുടുംബം. ആ കഷ്ടത സഹിഷ്ണുത സിദ്ധത എന്താണെന്ന് വെച്ചാല് ആ വലിയ പ്രത്യാശ, ആ വലിയൊരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഈ കുടുംബത്തിന് അന്ന് അവിടെ നിന്ന് ഇടയാക്കി. മറ്റു യാതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി തിരിച്ച കുടുംബത്തെ ദൈവം തമ്പുരാൻ ഉണ്മയായി അനുഗ്രഹിച്ചു. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരട്ടെ. അവൾ പ്രത്യാശ വന്നിരുന്ന ആ പ്രിയനിൽ താൻ പോയി ചേർന്നു എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. എൻ്റെ 1 മിനിറ്റ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ടൗൺ ചർച്ചിന്റെ പാസ്റ്റർ താനാണ് ഈ ശുശ്രൂഷ എഴുതിയത്. എന്നാൽ ഞാനൊരു കടന്നുകയറ്റം കയറിയെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിദാസൻ വളരെ നേരം സഹകരിച്ചു. എല്ലാ ശുശ്രൂഷകൾക്കും പങ്കുകൊണ്ട ശേഷമാണ് ഇവിടുന്ന് പോയത്. Hallelujah,
എന്നോടും കൂടെ പർദീസയിലിരിക്കുമെന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവ് കഴിഞ്ഞ ദിവസം ഈ പ്രിയ മാതാവിനെയും അതീവ പ്രതീക്ഷയിലേക്ക് ചേർക്കുവാൻ തിരികിതമായി. ഭരണമെന്ന് പറയുന്നത് ആഗോള യോഗവുമായി നടത്തപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. മരണത്തിലും പ്രത്യാശ ഉള്ള വ്യക്തികളാണ് ദൈവമക്കൾ എന്ന് നാം മനസ്സിലാക്കും. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ചു മുമ്പോട്ട് പോയ പ്രിയ മാതാവ് തൻ്റെ മക്കൾ കൊല്ലം AG സഭയിലെ അംഗങ്ങളായിരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ പ്രത്യേകം അഭിമാനിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കുവരുന്നു. പല ആവൃത്തികൾ ഈ ഭവനത്തിൽ മുമ്പും വന്നിട്ടുണ്ട്, മാതാവിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വളരെ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നത് എപ്പോഴും ഓർക്കുവാനായിടയായിട്ട് കഴിഞ്ഞ രാത്രിയിലും പാസ്റ്റർ പറഞ്ഞതുപോലെ എത്തുവാനും അതിനു മുമ്പും മരണവാർത്ത അറിഞ്ഞ ഉടനെ ഇവിടെ എത്തുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി. സർവകൃപാലുവായ ദൈവം ഈ കുടുംബത്തെ വിശേഷിച്ച് ആസ്വദിക്കുകയും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദുഃഖിക്കേണ്ട ആ മെലിക്കതയിൽ ചെന്ന നമുക്ക് ഈ പിതാവിനെ അവിടെ കാണാം എന്നുള്ള ആ വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുക. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നവരായിരിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായി നല്ലൊരു യാത്രയപ്പ് അത് നൽകാം. ദൈവം അതിനായി സഹായിക്കട്ടെ, പ്രയോജിക്കട്ടെ. നന്ദി. നന്ദി പാസ്റ്റർ. അടുത്തതായി ജോൺസൺ, ഇന്ത്യ യൂത്ത് ഹോം ക്രൂസൈഡിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ജോൺസൺ വന്നിട്ടുണ്ടെങ്കിൽ കടന്നു വരാം. ജോൺസൺ ഇന്ത്യ യൂത്ത് ഹോം കന്യാകുമാരി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് വളരെയധികം വേദനയോടെ ആയിരിക്കുന്ന ഒരു അവസരമാണെന്നാൽ ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ സംബന്ധിച്ച് ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് ഹല്ലേലൂയ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നില്ലെങ്കിൽ യോബ് പറയുന്നു, നിങ്ങളൊക്കെയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്ന് നാം വായിക്കുന്നു. എന്നാൽ ദൈവവചനം പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. ഇവിടെ വെൻസ്ഡേയുടെ ഉപ്പാവൻ എന്ന നിലയിലാണ് ഇന്ന് പൽക്കാലം ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് പൽക്കാലം ജീവിതത്തിൽ ഹല്ലേലൂയ മരണം എന്നുള്ളത് വളരെ നിശ്ചയമായ ഒരു കാര്യമാണ്. മരണം നിശ്ചയമുള്ളതാണെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഹല്ലേലൂയ അത് നിശ്ചയമുള്ളതാണ്. ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇന്നിവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിശ്ചയം പ്രാപിപ്പാൻ ഹല്ലേലൂയ ഒരു അവസരം നാം എടുക്കുന്നത് ഹല്ലേലൂയ നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തെ കൊണ്ട് ദൈവവചന നിമിത്തം നിങ്ങൾ ആശ്വാസം പ്രാപിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ഹല്ലേലൂയ സ്തോത്രം ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുള്ളതുകൊണ്ട് ഇന്ന് പകൽക്കാലം സന്തോഷിപ്പാൻ തക്കോണം വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 5-ലും 5-ലും 6-ലും 100-ലും മരണം നമ്മെ കടന്നു വരും. എന്നാൽ ഒരു കാര്യം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മരണം നിശ്ചയമുള്ളതാണ്. അത് എപ്പോൾ പ്രാപിക്കണം എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ നാം കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒരു പക്ഷേ വിചാരിക്കാം കുറച്ച് നാൾ കൂടെ ഹല്ലേലൂയ സ്തോത്രം നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നെങ്കിൽ നല്ലതാണെന്നാണ് നാം കരുതുന്നത്. എന്നാൽ ഹിസ്കിയാവിനെ സംബന്ധിച്ച് ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ വീട്ടുകാരും കർമ്മത്താൽക്കാൻ മരിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് കരഞ്ഞ് നിലവിളിച്ച ഇയ്യോബ് തന്റെ ജീവിതത്തിൽ 15 വർഷം കൂടെ നീട്ടിക്കിട്ടി. എന്നാൽ ഹല്ലേലൂയ നാം ദൈവവചനം പഠിക്കുന്നുവെങ്കിൽ അത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായി തീർന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന സമയം അത് പ്രോപ്പറാണ്. അതിനുവേണ്ടി ഹല്ലേലൂയ സമയം നമുക്ക് തന്നിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ നാം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിനനുസൃതമായ ആശ്വാസം പ്രാപിപ്പാൻ ഇടയായിട്ടിരുന്നെങ്കിൽ ഹല്ലേലൂയ അത് സന്തോഷകരമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവജനത്തിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം ആശ്വാസം പ്രാപിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവർക്ക് ഇടയായിത്തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഹല്ലേലൂയ പ്രത്യാശയോടുകൂടെ ഹല്ലേലൂയ സ്തോത്രത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് എരിഞ്ഞടങ്ങിയ ഒരു കർത്താവിന്റെ ദാസിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഭവനം പ്രത്യാശയോടെയാണ്. ഇന്നലെ രാത്രിയിലും ക്രെഡിച്ചാൻ തൻ്റെ ജീവിതത്തിൽ സഹോദരിയുമായിട്ട് ഒരുമിച്ച് പാടിയ ചില പാട്ടുകൾ പാടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷമായിരുന്നു. ഇന്ന്
ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ KG ജോർജ് അവർ ഈ കർത്താവിൻ്റെ ദാസിയുടെ സഹോദരനാണ്. വളരെ ചാരിതാർത്ഥ്യത്തോടെ പലർക്കും പറയാൻ കഴിയാത്ത വിധത്തിൽ നന്നായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന് ഞങ്ങൾക്കൊക്കെ അഭിമാനമായി പറയുവാൻ കഴിയും. ആ കർത്താവിൻ്റെ ദാസൻ വളരെ ബുദ്ധിമുട്ടി ഇന്ന് രാവിലെയാണ് ഗൾഫിൻ്റെ പ്രദേശത്ത് നിന്ന് കടന്നു വന്നത്. വളരെ ദുഃഖമുണ്ടെങ്കിലും ചില പ്രത്യാശയുടെ വാക്കുകളും സഹോദരിയെക്കുറിച്ചുള്ള ഓർമ്മകളും അല്പസമയം പങ്കുവച്ച ശേഷം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. കർത്താവിനായി സഹായിക്കും. ആനന്ദ കൃപ പെരുന്നതിയേ അനുഗ്രഹത്തിനധിപതിയേ ആനന്ദ കൃപ പെരുന്നതിയേ. കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞാൻ ഈ വരികൾ പാടുവാനിടയായത് ഇന്നലെ രാത്രി ഞാൻ 10:30 ആയപ്പോൾ ഷാർജ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഡൽഹിയിലായിരിക്കുന്ന എൻ്റെ രണ്ടാമത്തെ മകൾ എന്നെ ഫോണിൽ കൂടെ വിളിച്ചു. അപ്പോൾ അവിടെ ഏതാണ്ട് 12 മണി കഴിഞ്ഞു. ലുധിയാനയിൽ മോൾ എന്നോട് വിളിച്ചു, പപ്പ ഞാനിപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് എണീച്ചതേ ഉള്ളൂ. ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ പാട്ടിൻ്റെ ഉള്ളിൽ വന്നു, പപ്പ അത് പാടി ആശ്വസിച്ചോളണമെന്ന് പറയുകയാണ്. കടന്നു വന്ന ദേവദാസന്മാർ, ദൈവമക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങൾ, ചുറ്റുപാടുള്ളവർ സകലം വന്ന ആശ്വാസ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു. സന്തോഷം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യാശ നന്ദിയോട് സ്തോത്രം. അതിനാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും ദൈവകൃപയിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ശക്തരായിരിക്കുന്നു. നന്ദിയോട് സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ മൂത്ത പെങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം ചേച്ചിയെ ഞങ്ങൾ വിളിക്കുന്നെങ്കിലും ഞങ്ങളുടെ ചേച്ചി മാത്രമല്ല, ഞങ്ങളുടെ അമ്മയും കൂടെയാണ്. 1978 നല്ല പ്രായത്തിൽ ഏതാണ്ട് 39-40 വയസ്സിനുള്ളിൽ ഞങ്ങളുടെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അന്ന് പ്രിയ ചേച്ചിയുടെ വിവാഹം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ ഇരിക്കുന്ന റീബ, കുഞ്ഞുമോൾ, അവരെല്ലാം ചെറിയ പ്രായമായിരുന്നു. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ മാതിച്ചാനും ചെറിയ പ്രായങ്ങളായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ 4 വിവാഹങ്ങൾ നടന്നു. ചേച്ചിയുടെ മക്കളുടെ 3 വിവാഹങ്ങൾ നടന്നു. ഈ കാര്യത്തിലെല്ലാം ചേച്ചി എന്ന് മാത്രമല്ല, ഒരു മാതാവിൻ്റെ കൂടെ ചുമതല ഏറ്റുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഇടയായി തീർന്നത്. പല വിഷയങ്ങൾ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുകയും പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ചെയ്താലും ഫൈനൽ തീരുമാനം ചേച്ചിയുടെ വാക്കായിരുന്നു. അത് ഇന്നെല്ലാവരെയും ഞങ്ങളത് മാനിച്ചുകൊണ്ടിരുന്നൊരു സ്തോത്രം. വിശേഷാൽ ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു കൊള്ളട്ടെ. ഞാനും അജ്മാനിൽ 10-70 കൂടുന്ന ഒരു ദൈവസഭയുടെ ശുശ്രൂഷകൻ കൂടിയാണ്. ബിസിനസ്സിനോട് ബന്ധത്തിൽ ഞാൻ അവിടെ ആയിരിക്കുന്നെങ്കിലും പല ദൈവമക്കളിൽ നിന്നും, ഞാൻ കൂടുന്ന എൻ്റെ ദൈവസഭയുടെ ദൈവമക്കളിൽ നിന്നും കേൾക്കാത്ത ധൈര്യമേകുന്ന വാക്കുകൾ കേൾക്കുവാൻ ഈ പ്രിയ ചേച്ചി എനിക്ക് സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദുബൈയിൽ നിന്നുകൊണ്ട്
പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ നല്ല ഉച്ചത്തിൽ പ്രൈസ് ദി ലോർഡ് എന്ന് ശരീരത്തിൽ ക്ഷീണം അനുഭവിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ശശാൻ ഫോൺ എടുക്കുമ്പോൾ ആ ജോർജ് എന്ന് ഓടി വന്ന് ഫോൺ എടുക്കും. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അത് പുള്ളിക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അത് ആ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ശാരീരിക ക്ഷീണത്തിലിരിക്കുമ്പോഴും സന്തോഷത്തോടു കൂടി ആ വാക്കുകൾ ഉച്ചരിക്കുവാൻ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല, ദൈവം എന്നെ നടത്തുന്നു. എന്നിട്ട് എൻ്റെ മക്കളെയും ജെസ്സിയുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ചേച്ച് ഓരോ കൊച്ചു കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളുടെയും ബർത്ത്ഡേ മനപ്പാടമായിട്ട് ചേച്ചിക്ക് അറിയാം. ഞങ്ങൾ പോലും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും പലപ്പോഴും ഞാനത് വിട്ടുപോകാറുണ്ട് ജോലി തിരക്കിൽ. എന്നാൽ എന്നെ അതേ സമയങ്ങളാകുമ്പോൾ വിളിച്ച്, ഇന്ന് സാമിന്റെ ബർത്ത്ഡേ ആണെന്ന്, അച്ഛയുടെ ബർത്ത്ഡേ ആണ്, നിങ്ങളുടെ വിവാഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്. നമ്മുടെ സ്തോത്രം. ദൈവം ഇത്രത്തോളം കൃപയും കൊടുത്ത് പൈതൽ പ്രായം മുതൽ ഇന്ന് വരെ ദൈവം സൂക്ഷിച്ചു പരിപാലിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനും അവരുടെ സന്തോഷം അനുഭവിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. ചെറിയ കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ ക്ലേശങ്ങളിൽ കൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വരുന്നാളുകളിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലിരിക്കുന്നത് കുടുംബമായി അത് ആസ്വദിക്കുവാനും അതിൽ സന്തോഷിപ്പാനും ഞങ്ങൾക്ക് ഏവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷത്തിന്റെ ഫലങ്ങളാണ് ഈ കൊച്ചു തലമുറകൾ ഇവിടെ ഇരിക്കുന്നത്. നന്ദിയുടെ സ്തോത്രം. അതിനൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആമേ സ്തോത്രം. ഞങ്ങളുടെ ഒരു മാതാവാണ് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയത്. എന്നാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിൽ ഞാൻ തീർക്കപ്പെടുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. ചെറിയ പ്രായത്തിൽ തന്നെ മുഴുവൻ സ്നാനം ഏറ്റെടുക്കുവാനും പ്രിയ ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബൈബിൾ സ്തോത്രം. അവർ നഴ്സിംഗിന് പഠിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ TPM-ൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില സ്റ്റുഡൻറ്റുകൾ ചേച്ചിയുടെ കൂട്ടുകാരികളായിരുന്നു. അത് ഞങ്ങൾ മാർത്തോമയിൽ നിൽക്കുമ്പോൾ അന്ന് അവരുടെ വചനസത്യം മനസ്സിലാക്കി ആ വചനസത്യത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളുടെ ആരുടെയും അനുമതി കൂടാതെ കർത്താവിന്റെ നീതിയാണ്, യേശുവിനെ ധരിക്കുവാനാണ്, അവന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി വചനത്തിന് അന്ന് ചെറിയ പ്രായത്തിൽ വിവാഹത്തിന് മുമ്പ് കീഴ്പ്പെട്ട് മുടികൾ സ്നാനം എടുക്കുവാനും പ്രിയ ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നൊരു സ്തോത്രം. എന്നാൽ അതനുസരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നപ്പോൾ അതിനോടൊക്കെ അമ്മച്ചിക്ക് അല്പം അകൽച്ച ഉണ്ടായിരുന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ മക്കളെയും ആ വചനസത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ ദൈവം ഇടയാക്കി. ഇളയ സഹോദരനായിരിക്കുന്ന എനിക്കുമാന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ, ആമേൻ, എൻ്റെ മകൾക്ക് ഇറങ്ങിത്തിരിപ്പാൻ, കുടുംബത്തിൽ നിന്ന് പലരെയും അതിലേക്ക് ഇറങ്ങിത്തിരിപ്പാൻ ഇടയായി തീർന്നു. മറ്റുള്ളവരും അറിഞ്ഞ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നേരോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നോട് സ്തോത്രം. പ്രിയ മാതാവിന്റെ ദുഃഖത്തിന് ഞങ്ങൾക്ക് വേർപാടുണ്ടെങ്കിലും ആമേ സ്തോത്രം, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ആമേ. ദിവസങ്ങളിൽ ശശാനെ ഓർക്കുമ്പോൾ എനിക്ക് ശരി വിഷമമായിട്ടുണ്ട്. കാരണം അവരുടെ രണ്ടുപേരുടെയും കുടുംബജീവിതം അസൂയാവകമായൊരു കുടുംബജീവിതമായിരുന്നു. ഏത് കാര്യത്തിനും എവിടെയും അവർ ഒന്നിച്ചേ പോകത്തുള്ളൂ. രണ്ടുപേരും അസുഖക്കാരാണെങ്കിലും സമയാസമയങ്ങളിൽ അച്ചാനുള്ളത് ചേച്ചി എടുത്തു കൊടുക്കും, ചേച്ചിക്കുള്ള അച്ചാൻ എടുത്തു കൊടുക്കും. ആ ടാബ്ലറ്റുകൾ അതെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. താൻ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സാന്നിധ്യവും നിത്യസമാധാനവും പ്രിയാച്ചാനെയും ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവനായി സഹായിക്കട്ടെ. ആമേ സ്തോത്രം. ഇനി സമയങ്ങളുണ്ടല്ലോ, തുടർന്നുള്ള സമയം ദൈവം അനുവദിച്ചാൽ ആമേ സ്തോത്ര സമയമെടുക്കാം. ശുശ്രൂഷിക്കുവാൻ ദേവദാസന്മാരുണ്ട്. ശുശ്രൂഷ ഞാൻ കടക്കുന്നില്ല. ദൈവം എല്ലാം സന്തോഷം ഭംഗിയായിട്ട് നടത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളും. ഇതിന് നല്ല മാതൃക. ആർക്കെങ്കിലും മാതൃക തെറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയ കർത്താവിൻ്റെ ദാസിയെ നോക്കണം. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പുറകിൽ ഇരിക്കുന്ന തലമുറകൾ വഴിതെറ്റിപ്പോൾ സഹായിക്കട്ടെ. ഇപ്പോൾ ഭവനത്തിൻ്റെ എല്ലാവർക്കും അല്പ വാചകങ്ങൾ പറയുവാൻ ഇവിടെ ഉണ്ട്. അവരത് കൃത്യമായി നിർവഹിക്കും. ആദ്യമായി എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു. ടിവിയിലാണെങ്കിലും കൺവെൻഷന് പോയാലും എവിടെ പോയാലും ആ പാട്ട് അതിനുള്ള പാട്ട് എഴുതിക്കൊണ്ട് വന്ന ഭവനത്തിൽ പപ്പയായിട്ട് പാടും തരുന്നു. ടി വിയിലാണെങ്കിലും ഒക്കെ ഒത്തിരി പാട്ടുകൾ
അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു പാട്ട് ഞങ്ങൾ ഇപ്പോൾ പാടുന്നു. അപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ഒരുപാടുണ്ട്. അതിലൊരു പാട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പാടുന്നതാണ്. മുൻപേ പോയ വിശുദ്ധരെല്ലാവരും പ്രിയൻ സന്നിധോ. മുൻപേ പോയ വിശുദ്ധരെല്ലാവരും പ്രിയൻ സന്നിധോ. സ്നേഹതീരത്തു ഞാനെത്തുമ്പോ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തി പാദത്തിൽ മുത്തിടും നാളിയേറ്റ പാദങ്ങൾ. ക്ഷയം വാട്ടം മാലിന്യങ്ങളില്ലാത്ത തേജസ്സിൻ ശരീരം നാം പ്രാപിക്കും. ക്ഷയം വാട്ടം മാലിന്യങ്ങളില്ലാത്ത തേജസ്സിൻ ശരീരം നാം പ്രാപിക്കും. വൃദ്ധരും ബാലരെല്ലാവരും ഒരുപോലെ ആർത്തുഘോഷിച്ചാനന്ദിക്കും പാദത്തിൽ. വൃദ്ധരും ബാലരെല്ലാവരും ഒരുപോലെ ആർത്തുഘോഷിച്ചാനന്ദിക്കും പാദത്തിൽ. സ്നേഹതീരത്തു ഞാനെത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തിടും പാദത്തിൽ ഞാൻ മുത്തിടും നാണിയേറ്റ പാദങ്ങൾ. സ്വർണ്ണത്തെരുവിനിയിൽ നടത്തും ഞാൻ നീതി സൂര്യശോഭയാൽ ഞാൻ വിളങ്ങും. സ്വർണ്ണത്തെരുവിനിയിൽ നടത്തും ഞാൻ നീതി സൂര്യശോഭയാൽ ഞാൻ വിളങ്ങും. പ്രാണപ്രിയൻ മഹത്വം ഞാൻ നേരിൽ കാണുമ്പോൾ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടും ഞാൻ. പ്രാണപ്രിയൻ മഹത്വം ഞാൻ നേരിൽ കാണുമ്പോൾ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടും ഞാൻ. സ്നേഹതീരത്തു ഞാൻ എത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തിടും പാദത്തിൽ ഞാൻ മുത്തിടും നാണിയേറ്റ പാദങ്ങൾ. സ്നേഹതീരത്തു ഞാൻ എത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും.
കണ്ണീർ വീട്ടിടും പാദത്തിൽ ഞാൻ മുത്തിടും നാളികേറ്റ പാദങ്ങൾ. ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പാട്ടാണ് ഇഷ്ടം. ചൊവ്വാഴ്ച രാത്രി പാട്ട് വേണം. അത് എനിക്ക് മരണത്തിന് വേണ്ടിയുള്ളതാണ് എനിക്കറിയാൻ വയ്യായിരുന്നു. എന്നാൽ പാടാൻ പറഞ്ഞാണ് ചാൻസ്. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്ക് അറിയാം. അപ്പം അത് ഞാൻ പറഞ്ഞ പാട്ട് നോക്കാം. അങ്ങനെ നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം, നീ എനിക്ക് അടുത്ത ഏൽപ്പിച്ചു തരുന്ന അപ്പോൾ എടുക്കാൻ വിചാരിച്ചു. എന്തായാലും ഞാൻ ചേട്ടനെ പാടാൻ പോകുന്നു. ഇങ്ങനെ ഒരു പാട്ടിലോ നാലും പാട്ട് ആശുപത്രി പാടും. റൂബിക്കണം പാടാം എല്ലാം പാടിപ്പിച്ചിരുന്നു. റൂബിക്കണ്ടി എല്ലാം ഫ്രാണ്ട് പോകുന്ന ആഴ്ച 3 പ്രാവശ്യം പോകണം. അങ്ങനെ 2.5 വർഷം ഞാൻ ശുശ്രൂഷിച്ചു. പോയി കഴിച്ചിട്ട് എനിക്ക് ചായ വന്നു തിരിച്ചു വരാൻ നേരത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് ആകുന്നത് ഡോക്ടേഴ്സ് ലാസ്റ്റ് മാക്സിമം നോക്കി ആ ഡോക്ടർ വൈകിട്ട് വന്നായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നെ ജോലി ഇരുന്നപ്പോൾ ഇങ്ങനെ പോയിച്ച സമയത്ത് തന്നെ ഈ പാട്ടിനെ പറ്റി ജോലിയപ്പോൾ തന്നെ പാട്ടിനെ പറ്റി ഡോക്ടേഴ്സിനെല്ലാം അറിയാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ മക്കൾ പോലും ഈ രഹസ്യമാവില്ല. അപ്പോൾ ആരെങ്കിലും സെൻറ്റാപ്പ് വരുവാണെങ്കിൽ ലളിതാ പാപ്പാടും സെൻറ്റാപ്പിൻ്റെ നല്ലൊരു പാട്ട് പാടാൻ പറയും. അപ്പോൾ ഓടിച്ചെന്ന് പാട്ട് പാടാൻ പറയാം. അപ്പോൾ ഏത് പാട്ടാൻ അങ്ങനെ ഓർക്കുന്നില്ല. അപ്പോൾ ആ പാട്ടിൽ എല്ലാത്തിലും യേശു വരും. അങ്ങനെ ആ പാട്ട് ലാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഇതെല്ലാം കഴിഞ്ഞു മക്കൾ പോലും ഈ രഹസ്യമായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ അത് സ്റ്റാഫിൽ അസിസ്റ്റൻ്റ് ആള് ഡോക്ടർക്ക് കംപ്ലൈൻറ്റ് ചെയ്തു യേശുവിന് വരാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എല്ലാം കൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞുകൊണ്ട് അത് കാര്യമില്ല, അതൊക്കെ പറഞ്ഞോട്ടെ. അതായത് ഈ നമുക്ക് പേടി മെമ്മോ ഗവൺമെൻറ് ഇതിൽ പാടാൻ മെമ്മോ എല്ലാം വന്നാലോ ഇത് പറഞ്ഞാൽ ആ പറഞ്ഞ മനുഷ്യൻ യേശു എന്ന് പറഞ്ഞിട്ടല്ലേ പാടാൻ പാടി പറഞ്ഞു. ഈ ചായയുടെ അദ്ദേഹത്തിൻ്റെ വായിൽ യേശു വന്നു. ഇത്ര ഞാൻ ആലോചിക്കും. ആരായാലും യേശു എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് അങ്ങനെ എനിക്ക് തരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആലാക്കത്തില്ല. യേശു എനിക്ക് ജോലി തന്നു. അവസാനം പാടില്ല. അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും തോന്നും. ആട്ടോ കയറി ആട്ടോ പെട്ടെന്ന് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാനിട്ട് അടുത്ത് പേഷ്യൻ്റ് ആണെങ്കിൽ അടുത്ത് സ്തോത്രം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതൊരു സ്തോത്രം. അപ്പോൾ അവസാനം ചില കഴിയൊക്കെ പറയും, ഓ ലൈറ്റ് പോയാലും സ്തോത്രം പറയൂ. എല്ലാവരും സ്തോത്രം. അവസാനം വേറെ രഹസ്യം. അങ്ങനെ സ്തോത്രം അവിടെ 2 സിസ്റ്റർമാരുണ്ട്. എഴുതാം ഒരു വലിയ എഴുതാം കൊച്ചിയിലെഴുതി. അവസാനം കൂടുതൽ കളിയാക്കിയ കൊച്ചിയിലെഴുതാം. അവസാനം ഇരട്ടപ്പേര് വന്നു സ്തോത്രം എഴുതാം. അങ്ങനെ അറിയുന്നു. അതിൻ്റെ മക്കൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴത് വെളിപ്പെടുത്തി. അവസാനം ആ കൂടുതൽ കളിയാക്കിയ സിസ്റ്റർ യേശുവിനെ ആ യേശു എന്ന് പറയാൻ പറഞ്ഞാൽ ആൾക്ക് കിട്ടിക്കുന്ന കുറേ ആളുകൾ നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ഒരുപാട് കാര്യങ്ങളിൽ പലരും പറയാറുണ്ട്. ബാക്കി എല്ലാവർക്കും അറിയാതെ ബർത്ത്ഡേ അറിയും പറയും. ഈ കൂടുതൽ ഒരുപാട് എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ.
കേടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ ആതുര നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും ആതുര നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. മാത്രമില്ലാത്ത അമ്മയുടെ വേർപാട് ദുഃഖകരമാണെങ്കിൽ നമ്മൾ പ്രത്യാശയോട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. അമ്മയുടെ പ്രാർത്ഥനയും അത് കഴിഞ്ഞു. കിടപ്പിലായി പോവാൻ ഇതല്ലാതെ ദൈവം സൂക്ഷിച്ചു. എപ്പോഴും പ്രത്യാശയോടെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ആ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാൻ എപ്പോഴും ഞങ്ങൾ ഇത്രയും വളർന്നിട്ടും ഞങ്ങളുടെ ഓരോ വിഷയങ്ങളും ഞങ്ങൾ കുടുംബസ്ഥരായി മുതിർന്നു എത്രയായെങ്കിലും ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ അറിഞ്ഞാൽ അമ്മ അതിൻ്റെ പൂർത്തീകരണം എന്താണെന്ന് അറിയുന്നത് വരെ അവരോട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഓരോ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഓരോ കാര്യങ്ങളും നമ്മൾ മറന്നു പോയാലും അമ്മയും പപ്പയും അത് പകൽക്കാലം ആദ്യം തന്നെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ അറിയുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അമ്മ കാണിച്ച വലിയ മാതൃക പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുഞ്ഞുനാൾ മുതൽ അമ്മ സുവിശേഷത്തിൽ വളരെ തൽപരയായിരുന്നു. സുവിശേഷത്തിനുള്ള വാഞ്ച അമ്മയുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് കണ്ടറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ കുഞ്ഞുനാളിൽ വളർന്നു വന്ന അവസ്ഥകൾ, പഠിക്കുവാൻ പ്രയാസപ്പെട്ട കാര്യങ്ങൾ, വളരെ കഷ്ടപ്പെട്ട് ആയിരുന്ന അവസ്ഥകളിൽ പഠിക്കുവാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനൊക്കെയും അമ്മ ആയിരുന്ന കാലങ്ങളിൽ അമ്മയുടെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി യേശുവിനെ ഉയർത്തുന്ന ആ ഒരവസ്ഥ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. യേശുവിന് വേണ്ടി യേശുവിനെ അറിയിക്കുവാനുള്ള ആ ഒരു വാഞ്ച, ആ തീഷ്ണത അമ്മയുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അമ്മ ഓരോ മിഷൻ ഫീൽഡ്സിലേക്കും അമ്മ മണി ഓർഡേഴ്സ് അയക്കും. അത് ഞങ്ങളുടെ കയ്യിലാണ് തന്നു വിടുന്നത്. അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ആ ഓരോ അഡ്രസ്സ് കറക്റ്റായിട്ട് ട്രൈബൽ മിഷൻ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ, പ്രാർത്ഥിപ്പിൻ, അങ്ങനെ എനിക്ക് തന്നെ അറിയാത്ത അനേകം മിഷൻ ഫീൽഡ്സിലേക്ക് അമ്മ ചെറുതും വലുതുമായ തുകകൾ തൻ്റെ സാലറി കിട്ടിയാൽ അത് കറക്റ്റായിട്ട് ഞങ്ങളെ ഓരോ മക്കളെയും വിളിച്ച് പലപ്പോഴും ഞങ്ങളുടെ കയ്യിൽ തന്നെ തന്ന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ പറയുന്ന അവസ്ഥകളുണ്ട്. അന്ന് മുതൽ തന്നെ പല ട്രാക്സ്, പല മിഷൻ ഫീൽഡ്സിൽ നിന്നുള്ള പല മാഗസിൻസ്, പ്രാർത്ഥിപ്പിൽ മുതലായതൊക്കെയും ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ആ മിഷൻ ഫീൽഡ്സിനെ കുറിച്ചൊക്കെ അറിയുവാൻ, യേശുവിന് വേണ്ടി അനേകർ ദൈവവേല ആയിരിക്കുന്നത് ഇന്നതൊക്കെയും മനസ്സിലാക്കുവാൻ, ക്രിസ്ത്യാനി ആയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തേണ്ട ആവശ്യകതയൊക്കെയും കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ചിട്ടയോടുകൂടി വളരെ ദൈവശിക്ഷണത്തിൽ ഞങ്ങളെ വളർത്തുവാനൊക്കെയും പ്രിയ മാതാവിനും പിതാവിനും ദൈവം കൃപ ചെയ്തു. പ്രതികാൽ ഞങ്ങളായിരുന്ന CSAയിൽ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്കൂളാണെങ്കിലും ചർച്ചിലാണെങ്കിലും ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ്, യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും ഈവൻ ഞങ്ങളുടെ ക്ലാസ്സസോ ട്യൂഷൻസോ ഒന്നും വിഷയമല്ല. അതിന് മുൻപന്തി കൊടുക്കുവാൻ വളരെ ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയും ഞങ്ങൾക്കതിന് ശിക്ഷണം നൽകുകയും ഒക്കെയും അമ്മ നൽകി. അത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചു. അമ്മ കാണിച്ച നല്ല മാതൃകകൾ തിരഞ്ഞെടുത്ത് ദൈവകൃപയിൽ നിലനിന്ന് ഫലം കായ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രതിയാൽ ഞാൻ ദുബായിയുടെ പ്രദേശത്ത് കടന്നുപോയി. സാം ആദ്യം കടന്നുപോയി, അതിനുശേഷം ഞാൻ കടന്നുപോയി. ഞങ്ങൾ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ
ഞങ്ങൾ പ്രത്യേകം ഞാൻ അമ്മയും പപ്പയും വിളിച്ചു, ഞാൻ സ്നാനപ്പെടുകയാണ് ഇന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഒരു തടസ്സവും കൂടാതെ ആ ആത്മീയത മനസ്സിലാക്കി അതിന് ഞങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് തരികയും രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമാണെന്ന് അമ്മ രുചിച്ചറിഞ്ഞതിനാൽ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. അമ്മ കാണിച്ച നല്ല മാതൃകയ്ക്കായ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്നു. അമ്മ പലപ്പോഴും ഞങ്ങൾ വെക്കേഷനൊക്കെ കടന്നു വരുമ്പോൾ അമ്മ ഈ ശാരീരിക ക്ലേശത ആയി തുടങ്ങിയപ്പോൾ അമ്മ ഞങ്ങൾ വരുമ്പോൾ എന്നോടൊക്കെ പറയും, മോനെ വൈകിട്ടാകുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ അമ്മ പറയും ജംഗ്ഷനിൽ സമാപത്തി ജംഗ്ഷനിലാണ് അമ്മ എന്ന് കൊണ്ടിറക്കണം. അവിടെ കൊണ്ടിറക്കിയാൽ അമ്മ ട്രാക്സുമായിട്ട് നിന്ന് അതുവഴി കടന്നു പോകുന്നവരൊക്കെയും അത് ഏൽപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സുവിശേഷത്തിന് വേണ്ടി അമ്മ ചെയ്ത മാതൃക ഞങ്ങളും പിന്തുടരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമ്മുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്ക് നിത്യമായൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിൽ എത്തപ്പെടുവാൻ, ആ നിത്യമായ അവകാശത്തെ പ്രാപിപ്പാൻ യേശുവിൻ ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയൂ. അതിന് പ്രാവർത്തികമാകുവാൻ ആരെങ്കിലും ഇന്ന് പകൽക്കാലം അതിന് കഴിയാതെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ കുടുംബമായി വിളിച്ചു പറയാനുള്ളത്, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആ ലോക രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ സൗജന്യമായി പ്രാപിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ അമ്മ കാണിച്ച നല്ല മാതൃക പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവകൃപയിൽ ആ അമ്മ കാണിച്ച മാതാപിതാക്കൾ കാണിച്ച മാതൃകയിൽ നിലകൊള്ളുവാൻ പാതയെ സഞ്ചരിക്കാൻ അടിയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി. ആറാട്ടുപുഴ എബനേസർ IPC സഭയുടെ ശുശ്രൂഷകനായ അലക്സ സഭയിൽ നിന്ന് ഒരു സഹോദരൻ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ചില നിമിഷങ്ങൾ എടുത്ത് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുള്ളിക്കാരൻ്റെ മകൾ പ്രിയ ബിസി, പ്രിയ ഷാം കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടുള്ള ബന്ധത്തിലാണ് ഇന്ന് ഇവിടെ കടന്നു വരുവാനിടയായത്. കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് ഈ അമ്മാമ്മയുടെ സഹോദരനാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോർജ് ഉച്ചായൻ, പ്രിയ കുഞ്ഞോൾ മാമ. ഈ 2 പ്രിയമുള്ളവരുമായി വളരെ ദീർഘകാലങ്ങളായി പരിചയവും ആത്മീയ ബന്ധവുമുണ്ട്. ആ ബന്ധത്തിൽ ഇന്ന് പകലിൽ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ സർവകൃപാലുവായി ദൈവതയാക്കിയ അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ അമ്മാവിക്ക് ദൈവം കൊടുത്ത ധന്യമായ ജീവിതം പൂർത്തീകരിച്ച് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാൻ കർത്താവിനെയാക്കി. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദൈവവചനത്തിൽ കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തമായ അറിവാണ് അതിൽ കടന്ന ദുഃഖത്തിലേക്ക് കടന്നു പോകാതെ വണ്ണം പ്രിയ കുഞ്ഞുങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇത്രത്തോളം ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. നിശ്ചയമായും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ശക്തമായ വചനത്തിൽ നാം വിശ്വസിക്കുന്നു. തൻ്റെ ജീവകാലത്ത് കർത്താവിനെ വിശ്വസിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, അനേകരുടെ നടുവിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ പ്രിയ മാതാവിന് കർത്താവ് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയില്ലാത്ത ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയാച്ചാനെയും ദാനമായ കുട്ടിക്കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെ എല്ലാവരെയും സർവകൃപാലുമായി ദൈവം സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരല്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. നിശ്ചയമായും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ പ്രിയ മാമയെ കാണാമെന്നുള്ള ധൈര്യവും പ്രത്യാശയും നമ്മിൽ നിറയുവാനിടയാകട്ടെ. ആറാട്ടുപുഴ IPC സഭയുടെ പ്രാർത്ഥന പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിന് വിധിക്കുന്നു. എല്ലാവരുടെയും നിങ്ങൾക്ക് ആവശ്യമാക്കാനും ആശ്വാസമുണ്ട്. കുടുംബത്തെ ചെയ്യുന്നു. ഈ പ്രത്യാശാനുഗ്രഹമായ സമയത്ത് പ്രിയ കുടുംബത്തോടൊപ്പമായി പങ്കെടുക്കണം. കർത്താവ് ഞങ്ങൾക്ക് കൃപജീവിതനായ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാമോനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നത്. എന്നാൽ
ഈ വിഷയം അറിഞ്ഞ് ഞങ്ങൾ ആറാട്ടുപുഴ സഭയിൽ ചെന്ന് ചാർജ് എടുത്തിട്ട് 2 മാസം കഴിഞ്ഞത് 3 മാസമായിട്ടേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ജോണിച്ചാനുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ അറിയുവാനായിട്ട് ഇടയായിട്ടുള്ളത്. പ്രിയ അമ്മാമ്മയുടെ ഇളയ സഹോദരി കുഞ്ഞോളമാമ, അമ്മമ്മയുടെ ആങ്ങള ജോർജ് ചായൻ്റെ വൈഫ് ജെസിമാമ എൻ്റെ ഒരു കസിനായിട്ട് വരും. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളവിടെ ചെന്ന കാലം മുതൽ പ്രിയ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്രകാരമായിരുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവരൊക്കെയും വിളിച്ചു ചേർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. താൻ വളരെ ഒരു സുവിശേഷ സ്നേഹിയായിരുന്നു എന്ന് കേൾക്കുവാണ്ടപ്പോൾ കർത്താവ് ഇടയാക്കി തീർത്തു. പ്രിയ പൈതലിൻ്റെ സാക്ഷ്യവും ഇപ്പോൾ കേട്ടപ്പോൾ വളരെയധികം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. പ്രിയ ജോണി ചാനലിലും അമ്മാമയിൽ നിന്നും ഞങ്ങൾ അനേക സാക്ഷ്യങ്ങൾ അമ്മാമയെക്കുറിച്ച് കേൾക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. തൻ്റെ ഈ ചുരുങ്ങിയ ആയുസ് കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട് കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമാണ്. നമുക്കൊരു പിതൃരാജ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആ ഒരു രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കല്ലുമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ മാതാവും എൻ്റെ സഹോദരനും ഒക്കെ മാതാവ് കടന്നു വരുവാണ്ടതിനുടയായിരുന്നു കേട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കല്ലുമല ചർച്ചിനോടനുബന്ധിച്ച് അനേക ദേവദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ പ്രിയമുള്ളവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ പ്രിയച്ചാനെയും കർത്താവ് ദൈവകൃപയിൽ നിലനിർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സമയം അനുവദിച്ചെന്ന് കർത്താവിന്റെ ദാസൻ നന്ദി അർപ്പിച്ചും ദൈവത്തിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. എന്നാൽ ബോബൻ, സാം ഇവർ രണ്ടുപേരെയും ഞങ്ങൾ ഒരുമിച്ച് ദുബായിയുടെ പ്രദേശത്ത് വെച്ച് കർത്താവിനെ ആരാധിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഈ മാതാവ് ദുബായ് വന്നതായ സമയത്ത് ഞങ്ങൾക്ക് പരിചയപ്പെടുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അറിഞ്ഞതായ സത്യത്തിൽ നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ആ കുടുംബത്തിൽ പ്രിയ മക്കളായിരിക്കുന്ന ബോബൻ, സാം, ഹല്ലേലൂയ, ഇവരുടേതായ ജീവിതത്തിൻ്റെതായ അനുഭവം കാണുകയും സഹകരിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, പ്രിയ മാതാപിതാക്കളുടേതായ ആ ഭവനത്തിൻ്റെതായ നില എപ്രകാരം എന്നുള്ളത് പലപ്പോഴും കാണുവാനും ചിന്തിപ്പാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഒരു തികഞ്ഞ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ പ്രിയപ്പെട്ടവരൊക്കെയും സഹായിച്ചിട്ടുള്ളത് ആ ഭവനത്തിൻ്റെതായ അന്തരീക്ഷമാണ്, മാതാപിതാക്കളുടേതായ ജീവിത രീതിയാണെന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രിയ ബോബനെയും സാമിനെയും ഹല്ലേലൂയ അവരുടെ ബന്ധത്തിൽ കടന്നു വന്നു എങ്കിൽ തന്നെയും ഹല്ലേലൂയ ഈ ഭവനത്തിൽ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ടവരുടേതായ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എനിക്ക് സഹായിച്ച കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമീൻ. ഈ ലോകത്തിൽ അല്പകാലമുള്ളതായ നമ്മുടെ വാസം കഴിഞ്ഞ് ഹല്ലേലൂയ ആരായിരുന്നാലും ഇന്നല്ല നാളെ ഹല്ലേലൂയ ഈ കാണുന്നതായ ജീവിതം എല്ലാം വിട്ട് ഹല്ലേലൂയ ഒരു നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നാം ജീവിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമീൻ. നിത്യതയിൽ ചെന്ന് ഈ ലോകത്തിലേതായ വാസം കഴിഞ്ഞ് നിത്യതയിൽ ചെന്ന് നാം ഒരുമിച്ച് കാണും. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനിടയാവും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രത്യാശ. ഹല്ലേലൂയ. ഈ പ്രത്യാശ ആമീൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകി നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമീൻ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേക ആറാട്ടുപുഴ സഭയുടേതായ എല്ലാ അനുശോചന അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. പ്രിയ ജോർജ് ചാരൻ, പ്രിയ ഋഷിമാമ, പ്രിയപ്പെട്ടവരുമായി ഞാൻ ചില വർഷങ്ങളായിട്ട് തന്നെ പരിചയമില്ല. മാത്രമല്ല ഞങ്ങളിപ്പോൾ വളരെ അടുത്ത് തന്നെ സ്നേഹത്തോടുകൂടെ കൂട്ടായ്മയ്ക്ക് ഞാൻ പ്രധാന സഭയിലെ ഒരു ശുശ്രൂഷകനാണ്. പ്രിയപ്പെട്ട അമ്മാമ്മയുടെ വേർപാടിനെക്കുറിച്ച് അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊക്കെ വേർപാടെന്ന് പറഞ്ഞൊരു ദുഃഖം ഉളവാക്കുന്നതാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിഷമിക്കേണ്ടതാകുന്നു. ഒരു ദിവസം തങ്ങളുടെ പ്രതിഫലനത്തിനായി കർത്താവിൻ്റെ കാകളധ്വനിയിൽ എടുത്ത് കൊള്ളപ്പെടുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ കാകളധ്വനിയിൽ ആ കർത്താവിനോട് ചേരുവാൻ ഇടയായി തീരും. ഇങ്ങനെയുള്ള പ്രത്യാശ നിർഭരമായിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങൾ ദൈവജനമാണ് നമുക്കുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചുള്ള വേർപാട് ഒരു ദുഃഖമായി പിന്നത്തെ ഹരിപടിച്ച് നിലനിൽക്കാതെ
അത് വലിയ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് മനുഷ്യനും മരണമെന്ന വഴിയിലൂടെ കടന്നു പോകുന്നതാണെന്നും എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നാം ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നാം ജീവിക്കണമെങ്കിൽ എന്ന് മരിച്ചാലും നാം ഒരു ദിവസം ആ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാഴുവാൻ കഴിയാതെ ആ വലിയ പ്രത്യാശ ഭവനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കും കടന്നു വന്ന ഏവർക്കും കർത്താവ് നൽകട്ടെ, ആശ്വാസം നൽകട്ടെ എന്ന് പറഞ്ഞതിന് ഞാൻ പറഞ്ഞു. ആശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് സർവ്വ ആശ്വാസങ്ങളാൽ ഭവനത്തെ അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യട്ടെ എന്ന് ഉള്ള വാക്കുകൾ അറിയിച്ചിട്ടുണ്ട്. കർത്താവിന് ദാസനോടുള്ള നന്ദിയും ഭരണത്തിൽ അറിയിക്കുന്നു. ഭവനാംഗങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നടക്കുന്ന ശുശ്രൂഷകളൊക്കെയും അമ്മയെ ഉയർത്തുവാനായിട്ടല്ല, യേശുവിൻ്റെ നാമം ഇവിടെ ഉയരുവാനായിട്ട് ദൈവത്തിന് മഹത്വപ്പെടുവാനുമായിട്ടാണ്. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് അമ്മയുടെ പ്രയത്നവും ഒക്കെയും ഞങ്ങൾ ഈ പ്രായം വരെയും ഞങ്ങളെ മുന്നോട്ട് നടത്തിയതൊക്കെയും അമ്മയുടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള അമ്മയുടെ മാതൃകയും നടത്തിപ്പുമാണ്. ഇവിടെ അങ്കിളും എല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ കണ്ടു വളർന്നിട്ടുള്ളത് ഞങ്ങളെ അമ്മ ട്രെയിൻ ചെയ്തതും അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ ഇട്ടു തന്ന അടിസ്ഥാനങ്ങളുമാണ്. അതിലാണ് ഞങ്ങൾ ആ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം തന്നെയാണ്. കാരണം അമ്മയുടെ അമ്മ രക്ഷയിലേക്ക് വന്നത് ഏലിയാമ്മ സന്യാസി എന്ന് പറയുന്നൊരു അമ്മച്ചി ട്രാക്ട് കൊടുത്തത് മൂലമാണ്. അങ്ങനെയാണ് അമ്മയുടെ അമ്മ വിശ്വാസത്തിലേക്ക് വന്നത്. അത് ഞങ്ങളുടെ അമ്മയുടെ അമ്മ അമ്മയെ കാണിച്ച കൊടുത്ത മാതൃകയും അത് ഇന്ന് വരെ അമ്മ ഹോസ്പിറ്റലിൽ 2.25 വർഷമായി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് ഇവിടുന്ന് കഴിഞ്ഞ ബുധനാഴ്ച അഡ്മിറ്റ് ആകാൻ പോകുന്ന അന്ന് വരെയും അമ്മ ആ ട്രാക്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. കാരണം ആ സുവിശേഷത്തോടുള്ള എരിവ് അമ്മയ്ക്ക് ശാരീരികമായ പ്രയാസം ഉണ്ടായിരുന്നിട്ട് പോലും അമ്മ അത് കളഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അമ്മയുടെ അമ്മ വന്ന ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ട്രാക്റ്റിലൂടെയാണ് യേശു ക്രിസ്തുവിനെ അറിയാൻ സാധിച്ചത്. അത് അമ്മ ഇന്നുവരെയും അമ്മ ഇവിടെ ഈ ലോകം വിട്ടു പോകുന്ന അന്നുവരെയും അമ്മ അത് ചെയ്തിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ അതൊരു ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഈ ശാരീരികമായ പ്രയാസത്തിലും ഇറങ്ങാൻ നേരത്ത് കാറിനോട് പ്രയാസപ്പെട്ട് കയറാൻ പോകുമ്പോഴും അല്ലെങ്കിൽ പറയുമായിരുന്നു ട്രാക്ട് എടുത്തോ. 2.25 വർഷം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മ നീതിനഗർ ഇവിടെ വരാൻ അല്ലെങ്കിൽ വയ്യാതാവുമ്പോൾ നീതിനഗറിൻ്റെ അവിടെ വരെ പോകും, അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ്റെ അവിടെ വരെ പോയി നിന്ന് ട്രാക്ട് കൊടുക്കുകയായിരുന്നു അമ്മ നൈറ്റിൽ ഇട്ടുകൊണ്ട്. ഞാൻ അമ്മ ട്രാക്ട് കൊടുക്കുന്ന പ്രവൃത്തിയല്ല ഞാൻ ഉയർത്തുന്നത്, യേശു ക്രിസ്തുവിനോടുള്ള എരിവും ആ സുവിശേഷത്തോടുള്ള എരിവുമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ഞങ്ങൾ സംസാരിച്ചാലും യേശുവിനെ ഉയർത്തുവാൻ, യേശുവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടി മാത്രമാണ്. അത് ഞങ്ങളുടെ തലമുറയ്ക്കും അത് ഇട്ടുകൊടുക്കുവാനായിട്ട് അമ്മ ഞങ്ങൾ ആ ഒരു നിക്ഷേപം ചെയ്ത് കഴിഞ്ഞു. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം, സമയം അതിക്രമിച്ചല്ലോ. അഡ്മിറ്റായി അമ്മ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ചെന്ന് അമ്മയായിട്ട് സമയം സ്പെൻഡ് ചെയ്തപ്പോഴമ്മ ഇങ്ങനെ പറഞ്ഞു, മോനെ എനിക്ക് ക്രിസ്തുവിനോട് യേശുവിനോട് പോകുവാനായിട്ട്, സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 ദിവസം കഴിഞ്ഞ് അമ്മ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു. ബുധനാഴ്ചയാണ് മരിച്ചത്, വ്യാഴാഴ്ച ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞതാണ്. ഈ ഒരു മരണം ഞങ്ങൾക്ക് കുടുംബമായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട് ബന്ധപ്പെട്ടവർക്കുള്ള ഒരു അപ്രതീക്ഷിത മരണമായിരുന്നു. പക്ഷേ
അമ്മ അന്ന് പറഞ്ഞത്, അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഈ 2.25 വർഷം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഡയാലിസിസ് തുടങ്ങിയ സമയം മുതൽ ഞാനിത് പ്രതീക്ഷിച്ചു, അമ്മ അത് പറഞ്ഞില്ല. അമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഈ വേദന ഒരു വല്ലാത്ത, ഈ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര വേദനയായിരുന്നു. വെയിനിൽ കുത്തി എടുക്കുക എന്ന് പറയുന്നത് മരണം പോകുന്ന വേദനയാണ്. അതിലൂടെ കടന്നു പോകുന്നവർക്ക് അത് അറിയത്തുള്ളൂ. ഞങ്ങൾ പലപ്പോഴും അമ്മയെ ആത്മീയമായിട്ട് വചനത്താലൊക്കെ ബലപ്പെടുത്തുമ്പോഴും അമ്മ ആ ഒരു പ്രോസസ്സിനെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. ശരീരത്തിൽ കുത്തുന്ന വേദന ഒരു സൂചി കുത്തുന്ന പോലെ അല്ല ഡയാലിസിസ്. നിങ്ങൾക്ക് മെഡിക്കലി അറിയായിരിക്കും. ആ വെയിനിൽ കുത്തി പലപ്പോഴും ആ വെയിൻ കിട്ടാറില്ല. അമ്മ അവിടെ കിടന്നിട്ട് അപ്പൊ ഞാൻ അമ്മയെ ബലപ്പെടുത്തും, ഞാനും വൈഫൊക്കെ ബലപ്പെടുത്തും. അപ്പം ഈ 2.25 വർഷത്തിനിടയ്ക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇത് ഞങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചു, അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പറഞ്ഞില്ലാതെ ഉണ്ടായിരുന്നു. അമ്മയെ തൊട്ട് പ്രകാരം പറഞ്ഞു, എനിക്ക് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെ അല്ലെങ്കിൽ അമ്മ റിലേഷൻഷിപ്പിന് അല്ല ബന്ധങ്ങൾക്ക് വളരെ വില കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ദൂരെ ആയിരുന്നാലും ഫോണിലൂടെ ആണെങ്കിലും അമ്മയ്ക്ക് ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ അമ്മ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സഭയിലുള്ള ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഓരോ വ്യക്തികളുമായിട്ട് ആ ഒരു ബന്ധം ആഗ്രഹിച്ചിരുന്നു. ഈ 2.25 വർഷം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് പുറത്തു പോകാൻ കഴിയത്തില്ലായിരുന്നു. സഭ നടക്കുന്ന മീറ്റിംഗ്സിൽ പ്രാർത്ഥനയ്ക്ക് ഓടി നടന്നു പോകുന്ന ഒരു അമ്മയായിരുന്നു. അതിന് പോകാൻ പറ്റാത്ത ഭയങ്കര വിഷമം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. വന്ന് കാണുന്നതും വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയായിരുന്നു. അതേപോലെ ഞങ്ങളാണെങ്കിലും പുറത്തുള്ള മക്കള് അങ്കിള് ആൻറ്റിമാരൊക്കെ വിളിക്കുന്നത് വളരെ ആഗ്രഹിച്ചിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് അതിനോടുള്ള കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് വിഷമമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളാരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അമ്മ പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ രാത്രി ഇങ്ങനെ പപ്പയാണ് അവിടെ കൂടുന്നത്. ഞങ്ങളിങ്ങി ഭവനത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ വീണ്ടും അമ്മയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അമ്മ കണ്ടു, വൈഫിനെ കണ്ടു. ബർത്ത്ഡേ ഫോണിൽ കൂടെ സംസാരിച്ചെന്നാൽ നേരിട്ട് കണ്ട് ആശംസിക്കുകയും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് തരാമെന്ന് പറയുകയും അത് കഴിഞ്ഞ് എൻ്റെ മോള് 6 വയസ്സുള്ള മോള് അമ്മച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തക്ക സമയത്ത് അമ്മ പ്രിയം വെച്ച നാട്ടിൽ അമ്മ ചേർക്കപ്പെട്ടു. ഞങ്ങൾ അമ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇങ്ങനൊരു അമ്മയെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നല്ലൊരു മാതാപിതാവ് ഞങ്ങൾക്കൊരു മാതൃകയായിട്ട് അങ്കിൾ പറഞ്ഞതുപോലെ ഒരു അസൂയവഹമായ ജീവിതമാണ് അവർ നയിച്ചത്. ഈ മാസം 22-ാം തീയതി അന്ന് അവരുടെ 2 പേരുടെ ബർത്ത്ഡേ കഴിഞ്ഞ 40 വർഷം അവർ ഒരേ ദിവസം 2 പേരും ബർത്ത്ഡേ ആഘോഷിച്ചു. ഈ മാസം 22-ാം തീയതി അവർ ബർത്ത്ഡേ ആഗ്രഹിച്ചിട്ടുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും അവര് മരണം വേർപിരിക്കുമ്പോഴേയും അവർ 2 പേരും ഞങ്ങളുടെ മക്കൾക്ക് ഒരു മാതൃകയുള്ള മാതാവും പിതാവുമാണ്. അമ്മയ്ക്കായിട്ട് നന്ദി പറഞ്ഞു. 2.25 വർഷം ആ ഡയാലിസിസ് നടക്കുന്ന സമയം 4.5 മണിക്കൂർ കൂടെ ശുശ്രൂഷിക്കാൻ ദൈവം അമ്മയെ ബലപ്പെടുത്തി. അങ്ങനെ ആർക്കും അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരിരുന്ന് കഴിപ്പിക്കാനും ഞാൻ ഇളയ മകനാണ് ഇവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അമ്മയെ ശുശ്രൂഷിക്കുന്നത് 24 മണിക്കൂറും ആഹാരം കൊടുക്കുന്നതും ഒക്കെ പപ്പയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു പപ്പയെ അമ്മയും ദൈവം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ്.
നമ്മുടെ തലമുറകളുടെയും ദൈവമാണ്. താങ്ക് യു. അമ്മയെക്കുറിച്ച് പറയാനായിരുന്നു. ഒരു പാട്ടിന്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിൽ അത്ര തന്നെ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ പഴയ കാലത്തെ സാക്ഷികൾ പറയാനായിട്ട് എനിക്ക് ഒരു ഒരു കഷ്ടവും ഉണ്ടായിരുന്നു. പണ്ട് അമ്മയുടെ കൊച്ചിലത്തെ കാര്യങ്ങളും അമ്മ പഠിച്ചതും വളർന്നതും എല്ലാം ഞങ്ങൾക്ക് തമ്മിൽ ചെയ്ത് ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അതുപോലെ അമ്മ ഇവിടെ കേട്ടതുപോലെ സുവിശേഷത്തിൽ വളരെ തൽപരയായ മാതാവായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് അമ്മ ഫ്ലാറ്റുമായിട്ട് പുറത്തുപോയി അനേകരോട് വരുന്ന പറയാൻ നമ്മൾ സഹായിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ഞങ്ങൾക്കത് മാതൃകമാക്കും. ഞങ്ങൾ പപ്പയുടെ അമ്മയുടെ ജീവിതം മക്കൾക്ക് അവർ കുടുംബം ചെയ്യുന്നവരും മാതൃകാപരമായ കുടുംബം ചെയ്യുന്നവരാണ്. അതൊന്നും കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമ്മൾ സഹായിച്ചു. വീണ്ടും അമ്മയെ പറ്റി കാണിക്കുന്ന മാതൃക ജീവിക്കാൻ ഞങ്ങളെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ശ്രീപപ്പ പറഞ്ഞു, ഇവിടെ ഇതൊരു ശുശ്രൂഷയായിരിക്കുമ്പോൾ തന്നെ ദൈവം ഇതേത് ശുശ്രൂഷയായിരുന്നാലും ദൈവം പ്രവർത്തിക്കുന്നത് അതിന് ഒരു നമുക്കത് പറയുവാൻ കഴിയില്ല എന്നുള്ളത്. എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുവാനായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ കൈകൊണ്ടെന്ന് വന്ന അണ്ണി പാസ്റ്റർ പറഞ്ഞത് കഷ്ടത സഹിഷ്ണുത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞത് അത് അമ്മയുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കണ്ടതാണ്. ചേച്ചി പറഞ്ഞതുപോലെ അമ്മ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് അമ്മ പലപ്പോഴും കരഞ്ഞ് കണ്ടിട്ടുണ്ട്. അതായത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഒരു കൊട്ടയിൽ കൊള്ളുന്ന അത്രയും സാധനം എടുത്തുകൊണ്ട് ചെറുകുട്ടികളെയും എല്ലാം അമ്മയോടൊപ്പം ചേച്ചിയായിക്കൊണ്ട് അമ്മ മാത്രം ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായ ആ വേദന, ആ കഷ്ടത, അന്ന് അനുഭവിച്ച ആ കഷ്ടത അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ പ്രത്യാശയെ ഉളവാക്കുന്നതായിരുന്നു. കഴിഞ്ഞ 2.25 വർഷം അമ്മ ഒരു ഡയാലിസിന്റെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അമ്മയിൽ നിന്ന് ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഞാൻ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വാക്ക് അമ്മ പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം അമ്മ ഇതിന് 2 ആഴ്ച മുമ്പും ഞങ്ങളുടെ ചർച്ചിലെ ഡോക്ടർ വന്നപ്പോൾ അമ്മ പറഞ്ഞത് എനിക്കൊരു പുതിയ കിഡ്നി, എൻ്റെ ഡയാലിസിസ് നിൽക്കണം, അമ്മയുടെ ശരീരത്തിന് സുഖം വേണം എന്നുള്ളതായിരുന്നു അമ്മ ആഗ്രഹിച്ച് പറഞ്ഞത്. പക്ഷെ അമ്മ എങ്ങനെയോ അമ്മ ഇതിനു വേണ്ടി പപ്പ പറഞ്ഞതുപോലെ അമ്മ ഒരുങ്ങുകയായിരുന്നു ദൈവത്തോട് കർത്താവിനോട് ചേരുവാനായിട്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് അച്ഛനോട് പറഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അന്ന് അനുഭവിച്ചത് ആ കഷ്ടത അമ്മയിൽ അവസാനം ഒരു വലിയ പ്രത്യാശയെ ഉളവാക്കിക്കൊണ്ട് അമ്മയ്ക്ക് കാട്ടിക്കൊടുത്ത സത്യം കാട്ടിക്കൊടുത്ത യേശുവിന്റെ സന്നിധിയിൽ അമ്മയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. അമ്മ കാണിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും വ്യക്തിപരമായി പറയുവാണെങ്കിൽ ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. കാരണം ഒരു ട്രാക്ട് പോലും കൊടുക്കുവാനായിട്ടുള്ള ഒരു ലജ്ജ എനിക്ക് തോന്നുമ്പോൾ അമ്മ കഴിഞ്ഞ ഈ 8 മാസങ്ങൾക്ക് മുമ്പ് വരെ അമ്മ ആശുപത്രിയിൽ പള്ളിയിൽ പോകുമായിരുന്നു. അന്നേരമൊക്കെ അമ്മ നീതിനഗർ വരെ ട്രാക്ട് കൊടുക്കാൻ പോയിക്കൊണ്ടിരുന്ന അമ്മ അത് പറ്റാത്തത് കൊണ്ട് ഈനോക്കിന്റെ വഴിയിൽ അവിടെ പോയി നിന്നുകൊണ്ട് ട്രാക്ട് കൊടുക്കുമായിരുന്നു കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് വരെ. നമ്മൾ ആ അമ്മയുടെ ജീവിതത്തെ മാതൃകയാക്കേണ്ടതുണ്ട്. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനം വരെ നിൽക്കുവാനായിട്ട്. അവസാനം പറഞ്ഞപ്പോഴും പറഞ്ഞത് എനിക്ക് എല്ലാവരെയും കാണണം, സ്നേഹിക്കണം എന്നുള്ളത്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലായിരുന്നു ഇതെല്ലാം. പക്ഷെ അമ്മയുടെ ഉള്ളിൽ കർത്താവ് ഒരുങ്ങുവാനായിട്ട് കൊടുത്ത ഓരോ ചിന്തകളായിരുന്നു. അമ്മ അതിനായിട്ട് ദൈവം ഒരുക്കിയതിനായിട്ട് നന്ദി പറയുന്നു.
അമ്മയെ ഇനിയും ആ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് കാണാമെന്നുള്ള ഒരു പ്രത്യാശയിൽ ഞങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങളെ നിറച്ചിരിക്കുന്നതായിട്ട് നന്ദി പറയുന്ന ദൈവത്തിന്. ഇവിടെ എല്ലാം ദൈവനാമം മാത്രമാണ് മഹത്വപ്പെടേണ്ടത്. കാരണം ദൈവം കാട്ടിത്തന്ന ആ സത്യം, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്ന വിശ്വാസത്താൽ മാത്രമാണ്. ഈ ദിവസങ്ങളിലെല്ലാം മാനസികമായിട്ടൊക്കെ പ്രയാസമുണ്ടെങ്കിലും കർത്താവിന്റെ ദിവ്യ സമാധാനത്താൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയം ദൈവത്തിന്റെ വിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുവാനായിട്ട് ഇതെല്ലാം പറയുന്നു. നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നിന്റെ ശ്വാസം അവയിൽ നിന്ന് തിരികെ എടുക്കുമ്പോൾ അവ ചത്ത് തിരികെ പൊടിയിലേക്ക് ചേരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എന്ന ആളുകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായി ലോകത്തിൽ ജീവിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ പൗലോസ് പറയുന്ന പോലെ നല്ലപോലെ ഓട്ടം തീർത്ത് വിശ്വാസം കാത്തു ഇനി നീതിയുടെ എനിക്കായി വെച്ചിരിക്കുന്നു പറവാൻ തക്കണം. ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവം സഹായിച്ചു. പ്രത്യാശയോടെ ആയിരിക്കാൻ നിൽക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിച്ചു. സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവമായ കർത്താവിനെയും സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് പ്രിയ ശാനെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെല്ലാം ഈ ആശ്വാസം തന്നിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ദൈവനാമം മഹത്വപ്പെടട്ടെ. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് 1985 ഞാൻ കൊട്ടാരക്കര സബ് ഇൻസ്പെക്ടറായിരുന്നു. അത് ഈ വീടൊന്നുമില്ല. ചേച്ചിയും ചേച്ചിയായിട്ടും ഒക്കെ അടുത്തൊരു ഓടിട്ട വീട്ടിൽ താമസിക്കുന്നു. അടുത്ത ഒരു പോർഷൻ ഇവിടെ വാടകയ്ക്ക് കൊടുത്തു. വാടകയ്ക്ക് കൊടുത്തപ്പോൾ എൻ്റെ ഒരു ഭാര്യയുടെ സുഹൃത്ത് മിസ്റ്റർ ഷാജിയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. കൊല്ലത്തൊരു ഡ്യൂട്ടിക്ക് വന്നപ്പോഴേക്കും ഷാജി എന്ന സുഹൃത്തിനെ കാണാനായിട്ട് ഞാൻ അന്നത്തെ ഈ പഴയ വീട്ടിൽ വന്നിരുന്നു. വന്നു ഞങ്ങൾ സൗഹൃദം പുറത്തി ഞാനത് തിരിച്ചുപോയി. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ ഉടനെ ചേച്ചി ഷാജിയെ വിളിച്ച് ചോദിച്ചു, ഷാജി ഇതാരാ വന്നത്? അപ്പൊ ഷാജി പറഞ്ഞു, എൻ്റെ ഒരു ഭാര്യയുടെ സുഹൃത്താണ്, ഇപ്പൊ കൊട്ടാരക്കര SI ആണ്. അന്ന് അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ തോന്നിയതാണ്, ഇളയ പെങ്ങള് ഇപ്പൊ എൻ്റെ ജീവിത പങ്കാളിയായ റീബയ്ക്ക് വേണ്ടി എന്നെ ആലോചിച്ചാൽ എന്തെന്ന്. സ്നേഹമുള്ളവരെ, അന്ന് ജോർജ് അളിയനും മാത്യു അളിയനും ഇവിടെ ഇല്ല, ദുബായിലാണ്. ചേച്ചിയുടെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തമാശക്കെങ്കിലും എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ചേച്ചി അല്പം ദൂരമാണല്ലോ, എന്നെയും ഭരിക്കാൻ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു. വീണ്ടും തമാശയ്ക്ക് പറഞ്ഞു, നിന്റെ ചേച്ചി കൂടുതൽ ആളായിരുന്നാൽ ഞാൻ സ്റ്റേഷനിൽ മൂലപ്പിച്ച് നിർത്തും. സ്നേഹമുള്ളവരെ, അതിനുശേഷമാണ് ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മച്ചി മരിച്ചതിന് ശേഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതല ഏറ്റെടുത്ത് കൂടപ്പറപ്പുകളെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ച് ശാസിച്ച് വഴക്ക് പറഞ്ഞ് അതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടുന്നതെന്നുള്ളൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഫോണിലും അല്ലാതെയും കൂടെ ഉടക്കിയിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരുമാണ്. എന്ന് അപ്പോഴും പറയും, അനിയ നിന്റെ ഈ ഗൗരവത്തോടു കൂടിയുള്ള ഒരു സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത്. ജോസ് എന്നൊരു വിളി, അനിയ എന്നുള്ളൊരു വിളി ഇനി കേൾക്കാനില്ല. ചേച്ചി എല്ലാവരുടെയും ഉണ്ട്, വാക്കിലോ പ്രവൃത്തിയിലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും മനസ്സിൽ വേദന ഉണ്ടെങ്കിൽ ഈ അനിയനോട് ക്ഷമിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നും എൻ്റെ അമ്മയെപ്പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഓർമ്മ എന്നും എനിക്ക് ഉണ്ടായിരിക്കും. അത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം, നല്ലൊരു സ്ഥാനം എൻ്റെ ചേച്ചിക്കുണ്ട്. ഇതുവരെയും പ്രിയമാതാവിനെ കുറിച്ചുള്ള ഓർമ്മകളും ദൈവത്തെ സ്തുതിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൈകളിലു ഉറങ്ങും
ചക്രമുഖം ഇപ്പോഴല്ല സമയം തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാട്ടിൽ ഒന്നും വേണ്ട യാത്രയിൽ പാർപ്പിടോ വേണ്ട വേണ്ടിന്റെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രാർത്ഥിക്കുന്നു. വനിതയുടെ ജീവിതത്തിനായി സാക്ഷ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ വന്യമാതാവിൻ്റെ ഓർമ്മിക്കുവാൻ, ആ പഴയ ജീവിതത്തിലൂടെ കടന്നു വരുവാൻ എല്ലാവരെയും സമൂഹത്തിലും കൂട്ടായ പ്രവർത്തനം ചെയ്യുവാൻ ഈ വന്യമാതാവിനെ സഹായിച്ചു. നമ്മളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നടത്തി കർത്താവിൽ മരിച്ചു, കർത്താവിൽ ജീവിക്കുന്നു. ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൽ ദൈവത്തിന് സ്തോത്രം. മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ജീവിത യാഥാർത്ഥ്യത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന അവസാനത്തെ ശുശ്രൂഷയാണല്ലോ ഇത്. ക്രിസ്തീയ വിശ്വാസപ്രകാരം നാം ചെയ്യുന്ന അവസാന ശുശ്രൂഷ ഈ ഭവനത്തിൽ വെച്ച് നടക്കുകയാണ്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭവനത്തിൽ നിന്നും സെമിത്തേരിയിലേക്ക് പ്രത്യാശയോടുകൂടെയുള്ള യാത്ര ആരംഭിക്കുന്നു. ഇതാണ് ഒരു ജീവിതം. ഒന്നുമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. കുറേ ഓർമ്മകളും നല്ല ശ്രേഷ്ഠകരമായ ജീവിതവും ഈ ലോകത്തിന് സമ്മാനിച്ച് പിന്നെ കാണാം എന്ന പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ യാത്രയാകുന്ന ഈ വന്യമാതാവിൻ്റെ ശ്രേഷ്ഠകരമായ ജീവിതത്തിനും സാക്ഷ്യത്തിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിടുമ്പോൾ ശുദ്ധ പാലുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യാം ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകത്തിൽ ബാലക കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള നിത്യദേഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏത് ഘട്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് എല്ലാ ഘട്ടങ്ങളിലും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവന്റെ വഴി അങ്ങനെയൊക്കെ കാണിച്ചു തരും. അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന്റെ പ്രസാദമോ ദീപപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപാർക്കും ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു.
കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും അവിടുന്ന് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അങ്ങ് മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം അവിടുത്തെ ദൃഷ്ടിയിൽ നില കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അവരെ അങ്ങ് ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ അവിടുത്തെ കോപത്താൽ ക്ഷയിച്ചും അങ്ങയുടെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. അവിടുന്ന് ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ അവിടുത്തെ മുഖപ്രകാശത്തിൽ വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും അങ്ങയുടെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. അങ്ങയുടെ കോപത്തിന്റെ ശക്തിയെയും അങ്ങയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ അങ്ങയുടെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അവിടുത്തെ ദാസന്മാർക്ക് അങ്ങയുടെ പ്രവൃത്തിയും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മകലേലും പ്രഭാരാജ്യത്തിൽ ദൂരവിശ്വാസത്താൽ കാണാമേ. താതൻ കാത്തിരിക്കും നഗരേ വീടങ്ങോണ്ടാക്കിട എൻ സഖേ. ഇൻപമായി വേഗം നാം ഇൻപലോകെ തമ്മിൽ കാണും നാം. ഇൻപമായി വേഗം നാം ഇൻപലോകെ തമ്മിൽ കാണും നാം. പ്രാർത്ഥിക്കാം. കാരുണ്യത്തിന്റെ ഉടമസ്ഥനും കരുണാമൂർത്തിയുമായ ഞങ്ങളുടെ ദൈവമേ, ദുഃഖിക്കുന്നവരോട് കൂടെ ചേർന്ന് ദുഃഖിക്കുകയും കരയുന്നവരോട് ചേർന്ന് കരയുകയും സന്തോഷിക്കുന്നവരോട് ചേർന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന ദൈവമേ, വിലാപത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ പ്രത്യാശ തകർന്നു പോകാതിരിക്കാൻ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ തോളിൽ തട്ടി ഞങ്ങൾക്ക് ആശ്വാസം തന്നു. മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അമ്മ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹം, അപ്പൻ അകന്നു പോകുമ്പോഴും ധൈര്യപ്പെടുത്തുന്ന മറ്റൊരു സ്നേഹം ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ധൈര്യവും പ്രത്യാശയും തരുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഒരു സ്ത്രീ ആയി ഈ മണ്ണിൽ ജീവിച്ചു. കർത്താവെ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം തമ്പുരാൻ ഈ മകളെ കണ്ടതിനായി സ്തോത്രം. അവസാന ശ്വാസം വരെയും യേശുക്രിസ്തുവിൻ്റെ നല്ല ഒരു ഭടന്റെ അവസ്ഥയിൽ പോർപുരുകി ഓട്ടം തെളിച്ചു വിശ്വാസത്തിൻ്റെ കർത്താവെ മൂർത്തിമമായ ഭാവത്തിലേക്ക് എത്തി. വല്ല വാളാത്ത കിരീടം ധരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്ന ലളിത ഭായ് സത്തമ്പടി എന്ന നാമകരണത്തിൽ 67 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ആത്മാവ് എത്തിയിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിനായി 1000 നന്ദിയുമേ. ഇപ്രകാരം ഒരു മാതാവിനെ ഈ കുടുംബത്തിനും ക്രൈസ്തവ ലോകത്തിനും തന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആത്മാവിൻ്റെ നിത്യതയിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ ഒരു ഉദ്ദേശത്തോടെ ഈ ഭൂമിയിൽ വന്നു. ആ ഉദ്ദേശം എൻ്റെ മകൾ അവസാന ശ്വാസം വരെ നിവർത്തിച്ചു. അവൾ ഭാഗ്യവതി എന്നെ കർത്താവെ അവൾക്കായി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും മഹനീയമായ സ്ഥാനത്തേക്ക് ദൈവം തമ്പുരാൻ തിരിച്ചു വിളിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. രോഗവും പ്രയാസവും നൊമ്പരവും ഈ ഭൂമിയുടെ ഭാഗമാണ്, ഇതൊന്നും തരത്തില്ല എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞില്ല. ഈ വേദനയുടെയും ഭാരങ്ങളുടെ നടുവിൽ ദൈവം തന്ന ഉറപ്പ്, എൻ്റെ കൃപ നിനക്ക് മതിയെന്നാണ്.
കഴിഞ്ഞ നാളുകളിൽ കിഡ്നി സംബന്ധമായ പ്രയാസം, ഭാരവും വേദനയും നൊമ്പരവും അനുഭവിച്ച ഈ അമ്മയോട് ആവർത്തിച്ച് യേശുവേ, അങ്ങ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞ അതേ ശബ്ദം തന്നെ, എൻ്റെ കൃപ നിനക്ക് മതി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന ഈ പ്രിയപ്പെട്ട ദാസിക്ക് പറയുവാൻ സാക്ഷ്യമായി നിൽക്കാൻ സഹായിച്ചതിനായി സ്തോത്രം. വിതക്കുന്ന മനസ്സോടും തകർന്നൊടിഞ്ഞ ഹൃദയത്തോടും കൂടെ വിട്ടുമാറാത്ത സ്നേഹത്തിൻ്റെയും നഷ്ടപ്പെട്ടത് കർത്താവെ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാതെ, ഈ മരണത്തെ ഇപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആയിരിക്കുന്ന കുടുംബത്തിലെ കർത്താവെ ശ്രേഷ്ഠദാസനായി മക്കൾക്കായി, മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, സഭാവിശ്വാസികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവസാന ശ്വാസം വരെയും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ഉടമ്പടി ചെയ്തവർ ഒരുമിച്ച് തന്നെ ജീവിച്ചു. സ്തോത്രം. ഈ കടമകളും കടപ്പാടുകളും പേറി ഓരോ കർത്താവെ നിൽക്കുന്ന അടുത്ത വർഷങ്ങളിൽ, അടുത്ത നാളുകളിൽ ശ്രേഷ്ഠകരമായി ജീവിക്കാൻ ഈ പ്രിയപ്പെട്ടവർക്ക് ധൈര്യവും ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ കഴിച്ച പ്രാർത്ഥനകളും ഇവിടെ തൂങ്ങിയ കണ്ണുനീരുകളും ഈ കുടുംബത്തെ യഥാർത്ഥ സ്ഥലത്തേക്ക് ഉയർത്തിയെടുക്കുവാൻ, ഒരു ക്രൈസ്തവ ഭവനമായി രൂപപ്പെടുത്തുവാൻ ഈ അമ്മ മുട്ടിന്മേൽ നിന്ന നിമിഷങ്ങളും വേദപുസ്തകം വായിച്ച ഉരുവിട്ട നിമിഷങ്ങളും കണ്ണുനീരോടുകൂടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ ഭവനത്തിൻ്റെ ഉള്ളിലും ഈ അന്തരീക്ഷത്തിലും ഈ നാട്ടിലും നിലനിൽക്കുന്നു. അതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് ഈ മൃതശരീരം ഈ ഭവനത്തിൻ്റെ നേർവഴിയിലൂടെ കർത്താവെ ഞങ്ങൾ സെമിത്തേരിയിലേക്ക് യാത്രയാക്കുകയാണ്. പ്രത്യാശ നിർഭരമായ യാത്രയിൽ ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും ആശ്വസിപ്പിക്കണം, എല്ലാവരും മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹവും ഇടമുറിയാത്ത കൂട്ടായ്മയും എല്ലാ ശുശ്രൂഷകന്മാരിലൂടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രത്യേകിച്ച് ഈ മൃതശരീരവുമായി യാത്രയാകുന്ന കർത്താവ് പ്രത്യാശയുടെ യാത്രയിൽ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കേൾക്കാനായി ദൈവദൂതർ വാഴുന്നു, എന്നെ കേൾക്കാനായി ദൈവദൂതർ വാഴുന്നു, വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു, വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ഞങ്ങൾ നൽകി ഈ ഭവനത്തിൽ നിന്ന് ഈ ശരീരം ഏറ്റെടുക്കുക. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഭവനത്തിൽ കർത്താവിൻ്റെ ദാസിയോടുള്ള ബന്ധത്തിനാളെ ഈ മാതാവിൻ്റെ മൃതശരീരവും നമ്മുടെ മുമ്പിലില്ല. ഭവനത്തിലെ പിതാവിനും അവർക്കും സ്നേഹചുംബനം നൽകി മാതാവിനോട് നാം വിട പറയുവാൻ പോവുകയാണ്. അത്യാവശ്യം ഉള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ല ബാക്കിയുള്ളവർക്കെല്ലാം പുറത്തേക്കിറങ്ങാം. നാം ഇവിടെ വെച്ച് ശുശ്രൂഷ അവസാനിപ്പിച്ചിരിക്കുന്നതുകൊണ്ട്
ആർക്കെങ്കിലും സ്നേഹചുംബനം കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ലൈനിൽ തരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുന്ന് സെമിത്തേരിയിലേക്ക് പോകുവാൻ വേണ്ടതിലധികം വാഹനങ്ങൾ ആവശ്യത്തിലധികമുണ്ട്. എല്ലാ വാഹനങ്ങളും അങ്ങോട്ട് പോകുന്നതിനും കയറ്റിക്കൊണ്ട് പോകും. അതിന് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ശാന്തമായി സഹകരിച്ചാൽ മാത്രം മതി. ഇപ്പോൾ പോകുന്ന വഴി കൂടെ ഇപ്പോൾ ഓർപ്പിക്കുന്നതായിരിക്കും. ബോഡി ഇവിടുന്ന് എടുക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹചുംബനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സന്ദർഭം കൂടെ ഉണ്ട്. ആ വഴിയിൽ നിന്നുള്ള ആളുകൾ എത്രയും വേഗം മുന്നോട്ട് വഴിയൊന്ന് ക്ലിയർ ആക്കണേ, പെട്ടി എടുക്കുവാണേ. ആ വഴിയിൽ നിന്നൊന്ന് ഒന്ന് മാറിക്കൊടുക്കണേ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പെണ്ണുങ്ങളെ അതെ ഞങ്ങളോട് പോരാ അല്ല ആ പുള്ളി അതോ
ഇവിടെ വന്നിട്ടല്ലേ വഴി അറിയാൻ അല്ല അല്ല അങ്കിളിനെ ഫ്രണ്ടിലോട്ട് ഇട്ടോ ശശിയാനെ ഫ്രണ്ടിലോട്ട് ഇടണം ഇയാൾ ഇത് പിടിക്കണ്ടേ ആരെങ്കിലും ഏതാ അപ്പൊ ഇത് പിടിക്കാൻ അതൊക്കെ വേണ്ട അത് വേറെ മണ്ണിൽ